ഹലോ ഫ്രണ്ട്സ്, വൺ ഡേ വിത്ത് മീ എന്ന എൻ്റെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് വരുൺ. തിരുവനന്തപുരം ശ്രീകാര്യം മൻവളയാണ് എൻ്റെ സ്ഥലം. ഞാനൊരു ഡ്രൈവറാണ്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് തന്നെയുള്ള ഒരു ട്രാവൽസിൽ ഇപ്പോൾ ഡ്രൈവറായി ജോലി നോക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാനൊരു യൂബർ ഡ്രൈവർ കൂടിയാണ്. ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ യൂബർ ഡ്രൈവറായും ജോലി നോക്കുന്നുണ്ട്. ഇതെൻ്റെ പുതിയൊരു സംരംഭമാണ്. അതുകൊണ്ട് തന്നെ തെറ്റുകുറ്റങ്ങൾ ഒരുപാടുണ്ടായേക്കാം. എന്നിരുന്നാൽ തന്നെയും എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം. നിങ്ങൾ നൽകുന്ന ഓരോ വിലയേറിയ ലൈക്കും കമൻറ്റും ഷെയറുകളും ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി ഞാൻ എൻ്റെ ഈ വീഡിയോസ് ഇവിടെ ആരംഭിക്കുകയാണ്. 7 മണിയായപ്പോൾ തന്നെ ജോലിക്ക് പോകാനായി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നേരെ ജോലി സ്ഥലത്തേക്ക്. ഇത് എൻ്റെ വണ്ടിയാണ്. 2017 മോഡൽ പെട്രോളാണ്. ഇതിനെക്കുറിച്ച് ബാക്കി കാര്യങ്ങൾ ഞാൻ പിന്നെ പറയാം. അങ്ങനെ ഞാൻ വണ്ടിയും എടുത്ത് നേരെ ട്രാവൽസിലേക്ക് പോവുകയാണ്. എൻ്റെ വീട്ടിൽ നിന്നും ഏകദേശം 4 കിലോമീറ്ററോളം ദൂരമുണ്ട് ട്രാവൽസിലേക്ക്. ചില സമയങ്ങളിൽ ഞാൻ രാവിലെ ട്രാവൽസിലേക്ക് പോകുമ്പോൾ എനിക്ക് ചില ട്രിപ്പുകളും കിട്ടാറുണ്ട്. ചില സമയങ്ങളിൽ അങ്ങനെ ട്രിപ്പുകളും കിട്ടാതെയും ഇരിക്കാറുണ്ട്. ടെക്നോ പാർക്കും ഫേസ് 3യും UST ക്യാമ്പസും എല്ലാം വരുന്നത് കൊണ്ട് തന്നെ എപ്പോഴൊക്കെ ഇവിടെ ബ്ലോക്കുകൾ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. കഴക്കൂട്ടം ഓൾമോസ്റ്റ് ഇപ്പോൾ വികസന പാതയിൽ കൂടിയാണ്. IT ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കഴക്കൂട്ടവും. അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ ട്രാവൽസിലെത്തിയിട്ടുണ്ട്. ട്രാവൽസിനകത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ റോഡ് സൈഡിലാണ് ഞാൻ എൻ്റെ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തിരിക്കുന്നത്. ശേഷം ഇനി നേരെ ട്രാവൽസിലേക്ക്. കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഡെസ്റ്റിനേഷൻ ടൂർസ് ആൻഡ് ട്രാവൽസിലാണ് ഞാൻ ഡ്രൈവറായി ജോലി നോക്കുന്നത്. ഓണറുടെ വീട്ടിൽ തന്നെയാണ് ഏറെക്കുറെ വാഹനങ്ങളും പാർക്ക് ചെയ്യുന്നത്. നിലവിൽ ഇവിടെ ഇപ്പോൾ 27 സീറ്റ്, 17 സീറ്റ്, 14 സീറ്റ്, 35 സീറ്റ് വരുന്ന വാഹനങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട്. തിരുവനന്തപുരം സൈഡിൽ നിങ്ങൾക്ക് വാഹന സംബന്ധമായ എൻക്വയറികൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. വാഹനങ്ങളുടെ ലഭ്യതയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് ഞാൻ വാഹനങ്ങൾ അറേഞ്ച് ചെയ്ത് തരാൻ എനിക്ക് സാധിക്കുന്നതുമാണ്. ഷെഡിലെത്തിയ ശേഷം ഓണറെ ഫോൺ വിളിച്ചപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. വണ്ടിക്ക് രാവിലെ പറഞ്ഞ ട്രിപ്പ് ക്യാൻസലായി പോയിരിക്കുന്നു. നിലവിൽ പുതിയ ട്രിപ്പുകളൊന്നും വന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി യൂബർ ഓടാൻ ഇറങ്ങി. രാവിലെ 1-2 ചെറിയ ട്രിപ്പുകൾ കിട്ടിയതിന് പുറമെ വേറൊന്നും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആറ്റുകാലിലേക്ക് ഒരു ട്രിപ്പ് കിട്ടിയത്. അങ്ങനെ ആ ട്രിപ്പുമെടുത്ത് നേരെ ആറ്റുകാലിലേക്ക്. അവിടെ നിന്നും പുതിയ ട്രിപ്പുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആറ്റുകാൽ സൈഡിൽ പോയ ശേഷം സിറ്റിയിൽ കുറച്ച് ട്രിപ്പുകൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഓണറുടെ ഫോൺ കോൾ വീണ്ടും വരുന്നത്. വണ്ടിക്ക് പെട്ടെന്നൊരു ട്രിപ്പ് കിട്ടി, വേഗം വരണമെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ സിറ്റിയിലായതുകൊണ്ട് തന്നെ പെട്ടെന്നെത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓണർ തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോയി ഗസ്റ്റിനെയും പിക്ക് ചെയ്ത് വരാം, കഴക്കൂട്ടത്ത് നിന്ന് ജോയിൻ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞു. തിരിച്ചു നേരെ കഴക്കൂട്ടത്തേക്ക്. കഴക്കൂട്ടത്തെത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഗസ്റ്റ് ഇറങ്ങാൻ വീണ്ടും ലേറ്റാകും. അങ്ങനെ നേരെ ട്രാവൽസിൽ നിന്നും ഓണറുടെ ബൈക്കും എടുത്തുകൊണ്ട് നേരെ സിറ്റിയിൽ ഓണറുടെ അടുത്തേക്ക് പോയി. ബൈക്ക് ഞാൻ ഓണറെ ഏൽപ്പിച്ച ശേഷം എൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് വന്നു. ഈ ട്രാവൽസിൽ ഞാൻ ഈ വണ്ടിയിലാണ് സ്ഥിരമായി ജോലി നോക്കുന്നത്. ഇത് 14 സീറ്റ് വരുന്ന ടെമ്പോ ട്രാവലറാണ്. ഗസ്റ്റിനെ ഇപ്പോൾ ഈഞ്ചക്കലിലുള്ള വില്ലാമായയിൽ ലഞ്ച് കഴിക്കാനായി വിട്ടിരിക്കുകയാണ്. ഞാൻ അവരെയും വെയിറ്റ് ചെയ്ത് പാർക്കിങ്ങിലും. അങ്ങനെ ഗസ്റ്റിനെയും പിക്ക് ചെയ്ത് ബീച്ച് റോഡ് വഴി വർക്കലയിലേക്കാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർക്കലയിൽ 2 ഹോട്ടലിലാണ് എൻ്റെ ഗസ്റ്റിന് സ്റ്റേ വരുന്നത്. വർക്കലയിൽ ബ്ലാക്ക് സാൻഡ് ബീച്ചിന് സമീപമുള്ള വെസ്റ്റ് വേ മാരിസോണിലാണ് എൻ്റെ കുറച്ച് ഗസ്റ്റിന് സ്റ്റേ വരുന്നത്. ഇവിടെ നിന്നും അടുത്ത ഹോട്ടലിലേക്ക്. ജഗന്നാഥ ക്ഷേത്രത്തിന് സമീപമുള്ള സ്കൈലാർ CUV റിസോർട്ടിലാണ് എൻ്റെ ഗസ്റ്റിന് അടുത്ത സ്റ്റേ വരുന്നത്. അവിടെ ഗസ്റ്റിനെയും ഡ്രോപ്പ് ചെയ്ത് പാർക്കിംഗ് കൂപ്പണും വാങ്ങി നേരെ ഇനി പാർക്കിങ്ങിലേക്ക്. അങ്ങനെ ഞാൻ നേരെ പാർക്കിങ്ങിലേക്ക് വന്നു. ടൂറിസ്റ്റ് വണ്ടിയായി എൻ്റെ വണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 1-2 ഓണേഴ്സ് വണ്ടികളും. ഏത് ഗസ്റ്റുമായി ഞാൻ
ഹോട്ടലിൽ ചെന്നാലും ആദ്യം തിരക്കുന്നത് ഡ്രൈവേഴ്സിനുള്ള ബാത്റൂമും മറ്റും ക്ലീനാണോ എന്നാണ്. തരക്കേടില്ലാത്ത രീതിയിലുള്ള ക്ലീൻ ബാത്റൂമും മറ്റുമാണ് ഇവിടെ ഉള്ളത്. 2 ദിവസം ഇനി ഇവിടെ തന്നെ തങ്ങാനുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ പോയി അതൊക്കെ നോക്കിയത്. ഫുഡ് കഴിക്കാനായി ഗസ്റ്റിനെ ക്ലിഫ് ബീച്ചിൽ ഡ്രോപ്പ് ചെയ്ത ശേഷം എനിക്കുള്ള ഫുഡ് ഞാൻ പാഴ്സൽ മേടിച്ചു. ഗസ്റ്റിനെ തിരിച്ചിഞ്ഞ് ഹോട്ടലിൽ വിട്ട ശേഷം വേണം ഫുഡ് കഴിക്കാൻ. അത് കഴിഞ്ഞ് കിടന്നുറങ്ങണം. ബാക്കി വീഡിയോയുമായി നാളെ കാണാം.